ജിയോഫോട്ടക്കിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നമ്മൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ട വീഡിയോസ് ഓടി സ്റ്റെക്കായി പോയ വീഡിയോസ് പിന്നെയും രണ്ടാമത് ഓടിക്കാനുള്ള ഒരു അടിപൊളി ട്രിക്കുമായിട്ടാണ് വന്നേക്കുന്നത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ചിലപ്പം അറിയുന്ന കാര്യമായിരിക്കും, എന്നാൽ ആരും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, നിങ്ങളുടെ വീഡിയോസ് നമ്മളിപ്പോൾ നമ്മളൊരു വീഡിയോ പബ്ലിക് ആക്കുന്ന സമയത്ത്, അപ്ലോഡ് ആക്കുന്ന സമയത്ത് ആ വീഡിയോ ഒരുപാട് പേർക്ക് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് നോട്ടിഫിക്കേഷൻ പോകും. അതേപോലെ തന്നെ ആ വീഡിയോ അവിടെ സ്റ്റെക്കായി പോകും അല്ലേ. കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ആ വീഡിയോ ഓട്ടോമാറ്റിക്കലി അവിടെ സ്റ്റെക്കാവും. സ്റ്റെക്കായതിനു ശേഷം എന്ത് ചെയ്യും, പിന്നെ അത് ആൾക്കാരിലേക്ക് നോട്ടിഫിക്കേഷൻ പോലെ ആരും അതിൻ്റെ അകത്തൊന്നും ക്ലിക്ക് ചെയ്യത്തില്ല. അതവിടെ നിന്നു, അതിൻ്റെ വ്യൂസ് അവിടെ നിന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിന്ന് പോയ വീഡിയോസ് നല്ല വീഡിയോസ് ആയിരിക്കും, പക്ഷേ ഓടിയിട്ടില്ല. അങ്ങനെ ഓടാത്ത വീഡിയോസ് രണ്ടാമത് കൂടുതൽ ആൾക്കാരിലോട്ട് പിന്നെയും എത്തിച്ച് അവരെ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിച്ച് ആ വീഡിയോയ്ക്ക് വ്യൂസ് കൊണ്ടുവരാനും അതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ട്രിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം, നമുക്ക് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളെല്ലാവരും ഞാനൊരു സ്ക്രീൻ റെക്കോർഡ് സ്വയം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഇപ്പം നമ്മുടെ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ എന്താ ഇതുപോലെ എടുക്കുന്ന സമയത്ത് നമ്മുടെ പ്രൊഫൈൽ, ഞാൻ ജസ്റ്റ് എൻ്റെ പ്രൊഫൈൽ തന്നെ എടുക്കാം. ഓക്കെ, എൻ്റെ മെയിൻ ചാനലിൻ്റെ പ്രൊഫൈലാണ് എടുക്കുന്നത്. ഓക്കെ, എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ പോസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഏറ്റവും അവിടെ ഹോം, അതിൻ്റെ അവിടെ വീഡിയോസ്, അതിൻ്റെ തൊട്ടപ്പുറത്ത് ഷോർട്ട്, പിന്നെ ലൈവ്, പിന്നെ പോസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ ആരും ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയത്തില്ല. ഇവിടെ നമുക്ക് നമ്മുടെ ലിങ്ക് കോപ്പി ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതായത് ഇവിടെ ഇതിപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോ ഞാനവിടെ കുട്ടികളുടെ ഫോട്ടോ ഇട്ടേക്കുന്നത്, പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ ഫോട്ടോസ് ഇടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ നമ്മുടെ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ വീഡിയോ ഇവിടെ ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് ഈ ഒരു പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, 198 ലൈക്ക് കിട്ടിയിട്ടുണ്ട്, 7 കമൻറ്റ് വന്നിട്ടുണ്ട്, കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ഒരു പോസ്റ്റ് പോയിട്ടുണ്ട്. അതിനർത്ഥം ഈ ഒരു പോസ്റ്റ് നമ്മളിവിടെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പോസ്റ്റ് കൂടുതൽ ആൾക്കാരുടെ ഹോം പേജിൽ കൂടെ നോട്ടിഫിക്കേഷൻ ആയിട്ടൊക്കെ ആയിട്ട് പോയിട്ട് കൂടുതൽ ആൾക്കാർ ഈ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടുണ്ട്, ലൈക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇവിടെ ഇട്ടിട്ട് നമുക്ക് റൺ ചെയ്യിപ്പിക്കാം. അതായത് സ്റ്റെക്കായി കിടക്കുന്ന വീഡിയോസ് പിന്നെയും നമുക്ക് ആൾക്കാരിലോട്ട് എത്തിക്കാനുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ആദ്യം നമ്മളെ പ്രൊഫൈൽ എടുക്കുന്നു. ഓക്കെ, പ്രൊഫൈൽ എടുത്തതിന് ശേഷം വീഡിയോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുന്നു. ഓക്കെ, വീഡിയോസ് എന്ന ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് വീഡിയോ ആണോ നമുക്ക് റൺ ചെയ്യേണ്ടത് ആ വീഡിയോ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ അപ്ലോഡ് ആക്കിയ വീഡിയോസ് നിങ്ങൾക്കിവിടെ കാണാം. അങ്ങനെ സൈഡിൽ 3 ഡോട്ട് ഉണ്ട്, അതിന് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, 3 ഡോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഷെയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അടി കണ്ടല്ലോ, ഷെയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഷെയർ ക്ലിക്ക് ചെയ്യുന്നു. ജസ്റ്റ് കോപ്പി ലിങ്ക് കേട്ടോ, അല്ലെങ്കിൽ ക്രിയേറ്റ് പോസ്റ്റ്. ഇവിടെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം, ഒന്നെങ്കിൽ കോപ്പി ലിങ്ക് അടിച്ച് നിങ്ങൾക്ക് പോകാം, അല്ലെങ്കിൽ ക്രിയേറ്റ് പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അവിടെ അടിയിൽ ക്രിയേറ്റ് പോസ്റ്റ്, ആ ക്രിയേറ്റ് പോസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഓട്ടോമാറ്റിക്കലി പോസ്റ്റ് ആകാൻ പോവുകയാണ്, അതായത് ആ ഒരു പോസ്റ്റിലേക്ക്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ എഴുതി കൊടുക്കാനുള്ളത്, നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ ഈ ഒരു ഹെഡിങ് കൊടുത്തല്ല, ഈ ഒരു തമ്പനയിലാണ് അവിടെ കാണിക്കുക. തമ്പനയിൽ അല്ലാതെ തന്നെ നമുക്ക് എന്തെങ്കിലും അട്രാക്റ്റീവ് ഉള്ള കാര്യങ്ങൾ എഴുതി കൊടുക്കാം. ഓക്കെ, ഞാൻ എൻ്റെ വിവാഹ വാർഷികവുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇട്ടത്. അപ്പം ഞാനിവിടെ എന്തെങ്കിലും എഴുതി കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് ഇത് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നിങ്ങൾ കൂടുതൽ ആൾക്കാരെ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ അട്രാക്റ്റീവ് ആൾ എന്തെങ്കിലും വേർഡ്സ് വേണം എഴുതി കൊടുക്കാൻ വേണ്ടി. ഇത് കാണുന്ന സമയത്ത് ആൾക്കാർക്ക് തോന്നണം നമ്മൾ തമ്പനയിൽ കൊടുക്കാൻ തോന്നുന്നത് തന്നെ എന്തോ കാര്യമായിട്ടുണ്ട്, കയറി ക്ലിക്ക് ചെയ്യണമെന്നൊരു തോന്നൽ വരുത്തണം. അതിനാണ് നമ്മളിത് കൊടുക്കുന്നത്. ഓക്കെ, ഞങ്ങൾക്ക് അന്ന് സംഭവിച്ചത്, ഞാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത് കേട്ടോ. സംഭവിച്ചത്, ഓക്കെ, ഞങ്ങൾക്ക് അന്ന് സംഭവിച്ചത്. അപ്പം ഇത് കാണുന്ന സമയത്ത് ആൾക്കാർക്ക് തോന്നലുണ്ടാവും ഇതെന്തോ ഒരു നമുക്ക് കാണാനുള്ള എന്തോ ഒരു ത്വരയുണ്ടാവും അല്ലേ, ആൾക്കാർ കാണാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാവും. അതിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു സംഭവം നമുക്കിവിടെ പോസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ, ഇപ്പോൾ വീഡിയോസിലാണുള്ളത്, തൊട്ടപ്പുറത്ത് പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, പോസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് റീഫ്രഷ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ പോസ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ. അപ്പം നിങ്ങൾക്ക് കാണാം, ഞങ്ങൾക്ക് അന്ന് സംഭവിച്ചത് ഞാൻ ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്, വിവാഹ വാർഷികാഘോഷം അവസാനം ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നുള്ള ഒരു തമ്പനയോട് കൂടി ആ ഒരു വീഡിയോ അവിടെ പോസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഉണ്ടോ ഇവിടെ ഓരോ ഓപ്ഷൻ, ഈ വീഡിയോൻ്റെ അകത്ത് ആൾക്കാർ ഇതിങ്ങനെ ഓരോരുത്തരുടെ ഹോം പേജിൽ കൂടെ ഈ ഒരു സംഭവം പോകും. അപ്പം അതിനുശേഷം വീഡിയോ ഓട്ടോമാറ്റിക് പ്ലേ ആകുന്നുണ്ടോ,
അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ വീഡിയോയിലോട്ടാണ് പോകുന്നത്. ഇങ്ങനെ വ്യൂസ് വന്നാലും നമ്മുടെ വീഡിയോ രണ്ടാമത് റൺ ചെയ്യും. ഇങ്ങനെ വ്യൂസ് വന്നിട്ട് കൂടുതൽ ആൾക്കാർ നമ്മുടെ വീഡിയോനകത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, കൂടുതൽ ആൾക്കാർ നമ്മുടെ വീഡിയോനകത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് വാച്ച് ടൈം കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ആ വീഡിയോ യൂട്യൂബ് ഇതല്ലാതെ തന്നെ റെക്കമെൻഡേഷൻ കൂടുതൽ അയക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അല്ലാതെ തന്നെ, അതായത് നമ്മളിപ്പം പോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ആൾക്കാർ കൂടുതൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്, അതിനകത്ത് കൂടുതൽ വ്യൂസ് വരുന്നുണ്ട്, കൂടുതൽ സമയം ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ യൂട്യൂബ് പിന്നെയും നോട്ടിഫിക്കേഷൻ അയച്ചിട്ട് തന്നെ നമ്മൾ ഈ ഒരു പോസ്റ്റ് അല്ലാതെ തന്നെ യൂട്യൂബ് കൂടുതൽ വീഡിയോനെ പ്രൊമോട്ട് ചെയ്ത് വിടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയും നമ്മൾ സ്റ്റെക്കായി കിടക്കുന്ന വീഡിയോസിനകത്ത് പിന്നെയും വ്യൂസ് കൊണ്ടുവരാനുള്ള അടിപൊളി ട്രിക്കാണ്. അപ്പം നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. പോസ്റ്റ് എന്ന് കാണിക്കുക, നമ്മളതിനെ കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ രണ്ടാമത് റീപോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ വീഡിയോ രണ്ടാമത് റൺ ചെയ്യിക്കാനുള്ള ഒരു ഓപ്ഷനാണത്. അപ്പോൾ എന്തായാലും പോയിട്ട് ഇന്ന് തന്നെ പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.